ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഹെവൻസ് മൊബൈൽ ടെക്കിൻ്റെ അടുത്ത അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസമായിട്ട് നമ്മുടെ വീഡിയോ ഒന്നും ഇങ്ങനെ ചാനൽ വരാതെയും അങ്ങനെ നമുക്ക് കുറേ ദിവസമായിട്ട് ഇങ്ങനെ കണ്ടുമുട്ടാൻ കഴിയാതെ ഇരിക്കുകയായിരുന്നു. കാര്യം കുറേ കാരണങ്ങളുടെ പിറകെ ഇങ്ങനെ നടക്കുകയായിരുന്നു, കുറേ തിരക്കുകളും കാര്യമായിട്ടൊക്കെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഒരു ഗ്യാപ്പ് ഇങ്ങനെ വന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ പുതിയ പുതിയ കണ്ടൻറ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും എല്ലാം ഉണ്ടായിരിക്കണം. ഇന്ന് നമ്മുടെ പുതിയൊരു കണ്ടൻറ്റിലേക്ക് പോകാം. ആ കണ്ടൻറ്റിലെ ഒരു വ്യക്തിയാണ് നിൽക്കുന്നത്. ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ വണ്ടി. ഇതെടുത്തിട്ട് ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു 1.5 വർഷമാകും. ഇതിലൊരു വാറൻറ്റിയുടെ ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് ABSൻ്റെ മോട്ടർ കംപ്ലൈൻ്റ് ആയിട്ട് ഏകദേശം 6-7 മാസമായിട്ട് നമ്മുടെ സർവീസ് സെൻറ്ററിലേക്ക് ഇങ്ങനെ കയറി ഇറങ്ങുകയായിരുന്നു. അതിനുവേണ്ടി ഞാൻ പ്രയോഗിച്ച ഒരു അവസാന വഴിയായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി കണ്ടൻറ്റായിട്ട് എടുത്തിരിക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബിൻ്റെ കാര്യം മറക്കണ്ട. ഇപ്പം തന്നെ ചെയ്തോളൂ. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ചാനലിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ലിങ്കും എല്ലാം എത്തിച്ചു കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഞാൻ ഈ വണ്ടി എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും അത്യാവശ്യം നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നാണ്, നല്ലൊരു ഷോറൂമിൽ നിന്നാണ്. ഞാൻ ആ സ്ഥാപനത്തിൻ്റെ പേര് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, എന്നാലും ഞാൻ പറയുകയാണ്. ഇങ്ങനെയുള്ളൊരു സ്ഥാപനം നടത്തുന്ന ഒരിക്കലും അവരുടെ കീശ വീർപ്പിക്കാൻ മാത്രമായിരിക്കരുത്, കസ്റ്റമർക്ക് നല്ലൊരു പ്രോഡക്റ്റ് എത്തിച്ചു കൊടുത്ത് അതിന് വേണ്ടിയുള്ള വാറൻറ്റിയും ഗ്യാരൻറ്റിയൊക്കെ കൊടുക്കാൻ വേണ്ടിയും കൂടെ ആയിരിക്കണം. കസ്റ്റമർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയാൽ മാത്രമേ അടുത്തൊരു പർച്ചേസോ എന്തെങ്കിലും അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറയാൻ കസ്റ്റമർ മുതിരുള്ളൂ. അപ്പോൾ അങ്ങനെ ആ സ്ഥാപനത്തെക്കുറിച്ച് ഞാൻ വിമർശിക്കാൻ നിൽക്കുന്നില്ല. പക്ഷേ ഞാൻ നേടിയെടുത്ത ഒരു വാറൻറ്റിയെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം ഇപ്പോൾ 1.5 വർഷമായി. 2020 നവംബറോ ആ ഒരു സമയത്താണ് ഈ വണ്ടി ഞാൻ എടുത്തത്. എന്നിട്ട് ഏകദേശം ഒരു 5-6 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ABS കംപ്ലൈൻ്റ് ആയി. ഞാൻ ഈ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അടുത്തുള്ളൊരു സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയപ്പോൾ അവരാണ് പറഞ്ഞത് ഇതിൻ്റെ ABS കംപ്ലൈൻ്റ് ആണ്, അതുകൊണ്ടാണ് ഈ എൻജിൻ വാണിങ്ങും ABSൻ്റെ ലൈറ്റൊക്കെ കത്തി കിടക്കുന്നതെന്ന് അവരിങ്ങനെ പറഞ്ഞു. അപ്പോൾ അവിടെ ചെയ്യാൻ കഴിയില്ല, നിങ്ങളുടെ വണ്ടി അടുത്തടുത്ത് തന്നെ കൊണ്ടുപോകേണ്ടി വരും, അവിടെയാണ് ഇതിൻ്റെ വാറൻറ്റിയൊക്കെ തരുന്നത്, അവിടെ ചെന്നാൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ കഴിയൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം തൊട്ട് ഞാനിങ്ങനെ ഈ വണ്ടിയുടെ പിറകെയാണ്. അങ്ങനെ വണ്ടി കൊണ്ടുപോയി വാറൻറ്റിക്ക് കൊടുത്തു. കുറേ ദിവസം വണ്ടി അവിടെ ഇട്ടിരുന്നു. പിന്നെ അവർ പറഞ്ഞു ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പം പറഞ്ഞു, സാറ് ഇനിയും താമസിക്കും, വണ്ടി നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, സാധനം വരുമ്പം പറയാം. അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് വന്നു. പിന്നെയും അവർ പറഞ്ഞ സമയത്ത് വണ്ടി കൊണ്ടുപോയി. അങ്ങനെ കുറേ ദിവസം വണ്ടി ഇല്ലാതെ കുറേ ദിവസം ഞാനായിരുന്നു. വണ്ടി കൊണ്ടിട്ട് കുറേ ദിവസം ഇതിന് വേണ്ടി കാത്തിരുന്നു. ഇതൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. അവസാനം എൻ്റെ ഒരു അറ്റകൈ പ്രയോഗം പോലെ ഒരു തീരുമാനം എടുത്തതാണ്. ഇന്നത്തെ ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാനുള്ളത്. ഞാൻ 2 ആഴ്ച മുമ്പാണ് ഏറ്റവും ലാസ്റ്റായിട്ട് ഇങ്ങനെ സർവീസ് സെൻറ്ററിൽ വിളിച്ചത്. അതായത് അതിൻ്റെ ഓണർ തന്നെയാണ് അവസാനമായിട്ട് കോൾ എടുത്തത്. അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോഴും അവർ ആദ്യമായിട്ട് ഈ ഒരു വിഷയം കേൾക്കുന്നത് പോലെയാണ് റെസ്പോണ്ട് ചെയ്തത്. ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതല്ല, ഞങ്ങൾ അറിഞ്ഞതല്ല എന്നൊക്കെ ഉള്ള കാര്യമാണ് പറഞ്ഞത്. എന്നിട്ട് അവർ പ്രത്യേകമായിട്ട് പറഞ്ഞെന്ന് നിങ്ങൾ എന്നെ വിളിക്കാത്തതെന്നാണ് ചോദിച്ചത്. അതായത് ഒരു സർവീസ് സെൻറ്ററിൽ നിന്ന് നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ ഓണറുടെ നമ്പറും കൂടെ വാങ്ങിച്ച് വയ്ക്കുന്നതെന്നാണ് അവർ അർത്ഥമാക്കിയത്. പക്ഷേ ഞാൻ പറഞ്ഞു, അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ നമ്പറും കൂടെ അതിൽ എഴുതി തന്നാൽ മതിയായിരുന്നു. ഇവിടെ സർവീസ് സെൻറ്ററിൻ്റെ നമ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ ഷോറൂമിൻ്റെ നമ്പർ വെച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ കൊടുക്കുന്നത്? നിങ്ങളൊരു വണ്ടി കൊടുത്തിട്ട് അതിന് 2 വർഷത്തെ വാറൻറ്റി എന്നും പറഞ്ഞിട്ട് 1.5 കൊല്ലം നടത്തുകയാണോ നിങ്ങൾ ചെയ്യുന്ന പരിപാടി എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ ചോദിച്ചു. എന്നാലും അന്ന് നമ്മുടെ സംസാരമൊന്നും ശരിയായിരുന്നില്ല. അന്ന് സംസാരിച്ചങ്ങ് നിർത്തി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇനി എന്തായാലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് വാറൻറ്റിയോ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടേണ്ട, എൻ്റെ ഒരു ഫാമിലിയിലുള്ള ഒരാളാണ് അവിടെ പരിചയപ്പെടുത്തിയത്, അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. എന്നെക്കാളും വലിയൊരു ബന്ധത്തിലാണ് അവരുള്ളത്, അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, എന്നെ വിളിക്കേണ്ട, എനിക്കിനി നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരു രീതിക്ക് ഞാൻ സംസാരിച്ചങ്ങ് നിർത്തി. എന്നിട്ടാണ് ഞാൻ ഒരു പരിപാടി കൊടുത്തത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും റിവ്യൂ ഇടാം ആ ഒരു സ്ഥാപനത്തെക്കുറിച്ച്. അതായത് 8 മാസം കൊണ്ട് നമ്മളെ ഇങ്ങനെ ഒരു രക്ഷയില്ലാതെ ഇങ്ങനെ നടത്തുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ച് എന്തായാലും ഒരു റിവ്യൂ ഇടാം. കാര്യം
അവർ 2 വർഷത്തെ വാറണ്ടിയാണ് വണ്ടിയൊക്കെ കൊടുക്കുന്നത്. ഏകദേശം ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, അതിനകത്ത് നമ്മുടെ വാറണ്ടി പീരീഡ് എല്ലാം കഴിയും. എന്നിട്ട് നമ്മൾ അതിൻ്റെ പിറകെ നടന്നു കഴിഞ്ഞാൽ അവർക്ക് ലീഗലായിട്ട് പോകാനൊക്കെ നല്ല ഇതുണ്ട്. നമ്മുടെ ഭാഗത്ത് അതിന് ഒരു പിടിവെള്ളയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോഴും എനിക്ക് ആ കൂടെ ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് സംഭവിച്ച കാര്യം 4 ആൾക്കാരെ അറിയിക്കണം. അപ്പോഴും എനിക്ക് സോഷ്യൽ മീഡിയ വഴി അറിയിക്കാനോ, അങ്ങനെ അറിയിച്ചാലും ആരും അറിയാൻ സാധ്യതയില്ല. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ നമുക്കിത് പകർന്നു കൊടുത്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഗൂഗിൾ വഴി അവരുടെ സൈറ്റിൽ കയറിയിട്ട് അങ്ങനെ റിവ്യൂ ഇട്ടു. ബാഡ് സർവീസാണ്, അൺറെസ്പോൺസീവായിട്ടുള്ള എംപ്ലോയീസാണ്, വിളിച്ചിട്ട് ഒരു റെസ്പോൺസ് ഇല്ല, സാറേ ഇപ്പോൾ വിളിക്കാം, നാളെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടും അവർ തിരിച്ച് വിളിക്കുന്നില്ല, ഒരു കാര്യം അപ്ഡേറ്റ് ഒന്നും അറിയിക്കുന്നില്ല. ഇങ്ങനെയുള്ള കമൻറ്റുകളാണ് ഇട്ടത്. അതായത് ഇപ്പോൾ ഞാനൊരു ഷോപ്പ് ഉടമ ആയതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സുമായിട്ടും നമ്മുടെ സുഹൃത്തുമായിട്ടൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ഫോണിൽ നിന്ന് അവർ എന്നെ ഇങ്ങനെ എനിക്ക് വേണ്ടി സപ്പോർട്ടീവായിട്ട് ഓരോരോ മെസ്സേജുകൾ അങ്ങനെ ഇട്ടു, അതായത് റിവ്യൂസ് അങ്ങനെ ഇട്ടു. അൺറെസ്പോൺസീവ് എംപ്ലോയീസ്, ബാഡ് സർവീസ് എന്നൊക്കെ പറഞ്ഞ് എനിക്കറിയാവുന്ന രീതിക്കൊക്കെ ഞാൻ കുറച്ച് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു. എന്തായാലും ഒരു 4-5 ഇമെയിൽ ഐ ഡിയിൽ നിന്ന് അങ്ങനെ റിവ്യൂസ് ഇട്ടപ്പോൾ അവരെ സ്റ്റാർ റേറ്റിംഗും കുറഞ്ഞു. അങ്ങനെ വളരെയധികം പേരൊന്നും ആ ഒരു സൈറ്റിൽ കയറി കമൻറ്റ് റിവ്യൂസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ 2-3 ഇമെയിൽ ഐ ഡിയിൽ നിന്ന് ഞാൻ ഇങ്ങനെ കമൻറ്റ് ചെയ്തപ്പോൾ തന്നെ അവർ റേറ്റിംഗ് കുറഞ്ഞു, അതായത് സ്റ്റാർ റേറ്റിംഗ് കുറഞ്ഞു. അടുത്ത ദിവസം തന്നെ അവർ നമ്മളെ വിളിച്ച് ബന്ധപ്പെടാനുണ്ടായി. കാര്യം അവർക്ക് അവരെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു കേസായിട്ട് അതങ്ങ് മാറി. സ്റ്റാർ റേറ്റിംഗ് വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അവർ പറയുന്നത്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സാധനം നമ്മൾ ഓൺലൈൻ വാങ്ങിയാലും അതിൻ്റെ സ്റ്റാർ റേറ്റിംഗ് നോക്കിയാണ് നമ്മൾ വാങ്ങുന്നത്, അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയാണ് വാങ്ങുന്നത്. അപ്പോൾ ആ സ്ഥാപനത്തിലേക്ക് എത്തുന്ന ആൾക്കാർ, ഒരുവിധം ആൾക്കാരും ദൂരെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ സ്ഥാപനത്തെക്കുറിച്ച് അന്വേഷിക്കും. അവിടെയുള്ള സർവീസ് എങ്ങനെയാണ്, അവിടെയുള്ള ആൾക്കാർ എങ്ങനെയാണെന്നൊക്കെ അവർ നോക്കും. അവിടെയുള്ള റിവ്യൂ മൊത്തത്തിൽ ഗൂഗിൾ വഴി റിവ്യൂ നോക്കും. അപ്പോൾ നമ്മളെ കമൻറ്റും നമ്മളെ സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ആയിരിക്കും അവർ കാണുന്നത്. അപ്പോൾ അത് അവരെ ബിസിനസ്സിനെ തന്നെ ബാധിക്കുന്ന ഒരു വലിയൊരു സംഭവമാണെന്ന് അവർ വളരെ വിഷമത്തോടു കൂടിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്തായാലും ഞാനും ഒരു സ്ഥാപനം നടത്തുന്ന ആളായതുകൊണ്ട് പിന്നെ അവർ സർവീസ് ചെയ്തു തരാം, ഒരാഴ്ചക്കകത്ത് തന്നെ അതിനു വേണ്ടിയുള്ള തീരുമാനം എടുത്തു തരാം എന്നുള്ളൊരു ഉറപ്പ് തന്നതുകൊണ്ടും എൻ്റെ റേറ്റിംഗ് ഞാൻ കൂട്ടി വയ്ക്കുകയും പിന്നെ കമൻസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവർ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ വണ്ടി കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വണ്ടി കൊണ്ട് കഴിഞ്ഞ 2-ാം തീയതി അങ്ങനെ സർവീസ് സെൻറ്ററിൽ കൊടുത്തു. സർവീസ് സെൻറ്ററിൽ കൊടുത്തിട്ട് ശനിയാഴ്ച, അതായത് 5-ാം തീയതി വണ്ടി റെഡിയാക്കി എനിക്ക് കിട്ടി. ഇതിലിപ്പോൾ എന്തായാലും അവർ ചെയ്യുകയല്ലേ, അപ്പോൾ അതിൽ കുറച്ചും കൂടെ ഒരു പണി ചെയ്യാൻ വേണ്ടി ടെഫ്ലോൺ കോട്ടിങ്, അതായത് വണ്ടി ഇപ്പോൾ നല്ല ഗ്ലേസിങ് ആയിട്ടാണ് ഇരിക്കുന്നത്, ടെഫ്ലോൺ കോട്ട് ചെയ്തു. പിന്നെ ചെയിനൊക്കെ ഒന്ന് ലൂബ് ചെയ്തു. അതൊക്കെ അവർക്ക് നമ്മൾ കൊടുത്ത ഒരു എന്തായാലും വാറണ്ടി ചെയ്യുന്നു, അതിൻ്റെ ലേബർ മാത്രം അവർക്ക് കിട്ടിയാൽ പോലെ എന്തെങ്കിലും ഒരു പണിയും കൂടെ നമുക്ക് ഇങ്ങോട്ട് സഹായിക്കുന്നവർക്ക് നമ്മൾ അങ്ങോട്ടും സപ്പോർട്ടീവാണ്. പക്ഷേ പണി കാണിച്ചു കഴിഞ്ഞാൽ നമ്മളതനുസരിച്ച് മാത്രമേ നമ്മൾ ബിഹേവ് ചെയ്യുള്ളൂ. എന്തായാലും അവർ അതിനനുസരിച്ച് നല്ലൊരു തീരുമാനം എടുത്ത് എനിക്ക് വണ്ടി കറക്റ്റ് സർവീസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത് ഒരിക്കലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമല്ല, നെഗറ്റീവ് ആവുകയുള്ളൂ. അതുകൊണ്ടാണ് സ്ഥാപനത്തിൻ്റെ പേര് പറയാത്തത്. എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് വന്ന അനുഭവങ്ങൾ. പിന്നെ വീട്ടിൽ കുറച്ച് പക്ഷി അതിഥികളും മീൻ അതിഥികളൊക്കെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഇനി അടുത്തുള്ള വീഡിയോകളിൽ പറയാം. എന്തായാലും അടുത്ത അടിപൊളി ഒരു വീഡിയോ കാണുന്ന പ്രതീക്ഷയോടുകൂടി സൈനിങ് ഔട്ട് ചെയ്യുന്നത് ബിൻ സ്റ്റാൻലി. ഗുഡ് ബൈ.